this is Vijitha Anish and Click Sarang Trainers at Athena Coaching Center. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് യൂഷ്വലി വളരെ കോമൺ ആയിട്ട് കാണാവുന്ന ഒരു കണ്ടീഷനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. നമ്മളുടെ NGM എക്സാംസിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോമിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ കാർപ്പൽ ടണൽ സിൻഡ്രോം. സോ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് കാർപ്പൽ ടണൽ. കാർപ്പൽ ടണൽ എന്ന് പറയുന്നത് ഒരു നാരോ പാസേജ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞാൽ ഒരു നാരോ പാസേജ് ഇൻ ദ റിസ്റ്റ്. ഈ നാരോ പാസേജിലൂടെയാണ് യൂഷ്വലി മീഡിയൻ നെർവ്, ലിഗമെന്റ്, അതുപോലെ തന്നെ ടെൻഡൻസ് ഇതൊക്കെ പാസ് ചെയ്യുന്നത് ഈ നാരോ പാസേജിലൂടെയാണ്. സോ കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ നാരോ പാസേജ്. മനസ്സിലായോ? സോ ഈ ഒരു നാരോ പാസേജിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള മീഡിയൻ നെർവ് കംപ്രസ്ഡ് ആവുന്ന കണ്ടീഷനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നും എന്താണെന്ന്. ഓക്കെ, സോ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് കംപ്രഷൻ ഓഫ് മീഡിയൻ നെർവ്. ഓക്കെ, സോ പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. മീഡിയൻ നെർവ് കംപ്രഷൻ വിത്തിൻ ദ കാർപ്പൽ ടണൽ. മനസ്സിലായോ? കാർപ്പൽ ടണലിൽ ഉള്ള കാർപ്പൽ ടണൽ എവിടെയാണ്? റിസ്റ്റിലുള്ള ഒരു നാരോ പാസേജിനെയാണ് കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്. സോ ഈ കാർപ്പൽ ടണലിലുള്ള മീഡിയൻ നെർവ് കംപ്രസ്ഡ് ആവുക. ഇനി മീഡിയൻ നെർവും കാർപ്പൽ ടണലും തമ്മിലുള്ള ബന്ധം എന്താണ്? കാർപ്പൽ ടണൽ എന്ന് പറഞ്ഞാൽ ഒരു നാരോ പാസേജ് ആണെന്ന് പറഞ്ഞു. ഈ പാസേജിലൂടെയാണ് നോർമലി മീഡിയൻ നെർവും ലിഗമെന്റ്സും ടെൻഡൻസും ഒക്കെ മൂവ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അങ്ങനെ ഈ മീഡിയൻ നെർവിനുണ്ടാവുന്ന കംപ്രഷൻ, മീഡിയൻ നെർവ് എവിടെ കംപ്രസ്ഡ് ആവുന്നു? കാർപ്പൽ ടണലിലുള്ള മീഡിയൻ നെർവ് കംപ്രസ്ഡ് ആവുന്നത് കൊണ്ട് വരുന്ന കണ്ടീഷനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ക്ലിയർ ആയോ? ഓക്കെ, ഇങ്ങനെ ഈ നെർവ് കംപ്രഷൻ, മീഡിയൻ നെർവ് കംപ്രഷൻ, ഈ മീഡിയൻ നെർവ് കംപ്രഷൻ വരുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മീഡിയൻ നെർവ് കംപ്രഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ഒന്ന്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ടെൻഡൻസിനുണ്ടാവുന്ന ഇൻഫ്ലമേഷൻസോ അല്ലെങ്കിൽ നാരോയിങ് ഓർ കംപ്രഷൻ ഇൻ ദ കാർപ്പൽ ടണൽ. കാർപ്പൽ ടണൽ തന്നെ നാരോഡ് ആൻഡ് കൺസ്ട്രക്റ്റഡ് ആയാലോ എന്ത് വരാം? മീഡിയൻ നെർവ് കംപ്രസ്ഡ് ആവാം. അതുപോലെ തന്നെ റിസ്റ്റ് ഫ്ലെക്ഷൻ ഓർ എക്സ്റ്റൻഷൻ, വിഗറസ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന മൂവ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടർ മൗസ് യൂസ് ചെയ്യുന്നവർക്കും അതുപോലെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് ഒരുപാട് ഹാൻഡ് റിസ്റ്റിന്റെ ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും മൂവ്മെന്റ് ഉണ്ടായാലും എന്ത് വരാൻ സാധിക്കും? മീഡിയൻ നെർവ് കംപ്രസ്ഡ് ആവാനായിട്ട് കാരണമായി തീരും. അപ്പോൾ മീഡിയൻ നെർവ്, കാർപ്പൽ ടണലിലുള്ള മീഡിയൻ നെർവ് കംപ്രസ്ഡ് ആവാനുള്ള റീസൺ ആണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, അവിടെയുള്ള ടെൻഡൻ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ കാർപ്പൽ ടണൽ തന്നെ നാരോഡ് ആയി പോവുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ റിസ്റ്റിന്റെ മൂവ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വിഗറസ് മൂവ്മെന്റ്. ക്ലിയർ ആയോ? ഇനി ഇങ്ങനെ ഈ കോസസ് കാരണം എന്തൊക്കെ സിംറ്റംസ് ആയിരിക്കും ഉണ്ടാവുക, അതാണ് നമുക്ക് നോക്കേണ്ടത്. സോ സൈൻസ് ആൻഡ് സിംറ്റംസ് ആയിട്ട് യൂഷ്വലി കൺസിഡർ ചെയ്യുന്നത് പെയിൻ ആൻഡ് പാരസ്തീസിയ. അപ്പൊ ബേസിക്കലി ഇവിടെ എന്ത് വരും? പെയിൻ ആൻഡ് പാരസ്തീസിയ ഉണ്ടാവാം. ഈ സിംറ്റംസ് ഏറ്റവും കൂടുതൽ എക്സാസർബേറ്റ് ചെയ്യുന്നത്, ദാറ്റ് മീൻസ് വേഴ്സൺ ആവുന്നത് ഡ്യൂറിങ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഡ്യൂറിങ് നൈറ്റിലാണ് ബേസിക്കലി എന്ത് സംഭവിക്കുന്നത്? പെയിൻ ഇൻക്രീസ്ഡ് ആവുന്നത്. കാരണം എന്താ? നമ്മൾ നൈറ്റ് ടൈമിൽ ഒരുപാട് സമയം ഹാൻഡിന്റെ റിസ്റ്റിന്റെ മൂവ്മെന്റ് ഏത് ഫ്ലെക്സ്ഡ് ആവുകയോ അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ആവുകയോ ചെയ്യുന്നതുകൊണ്ട് പ്രൊലോങ് ടൈമിൽ ഉണ്ടാവുന്ന ഒരു അൺഇൻറ്റൻഷണൽ റിസ്റ്റ് ഫ്ലെക്ഷൻ ആണ് പെയിൻ കൂടാനുള്ള കാരണം. അപ്പൊ ഈ കാർപ്പൽ ടണൽ സിൻഡ്രോമിന്റെ വേദന കൂടുന്നത് എപ്പോഴാണ് ഈ പെയിൻ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്? ഡ്യൂറിങ് നൈറ്റ് ടൈം. എന്തൊക്കെ സൈൻസ് ഉണ്ടാവുന്നത്? വൺ, പെയിൻ, ആൻഡ് സെക്കൻഡ് ഇസ് പാരസ്തീസിയ. ഓക്കെ, അപ്പൊ പെയിനും പാരസ്തീസിയയും ഓൺ ദ റിസ്റ്റ്, ഇത് രണ്ടുമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോമിന്റെ സൈൻസ് ആയിട്ട് യൂഷ്വലി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ മീഡിയൻ നെർവ് കംപ്രഷൻ within the carpal tunnel at rest. What is carpal tunnel? Carpal tunnel is a narrow passageway in the wrist. Clear? So, ഇങ്ങനെ കാർപ്പൽ ടണൽ കംപ്രസ്ഡ് ആവാനുള്ള കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്.
ടെൻഡൻ ഇൻഫ്ലെയിംഡ് ആവുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ടണൽ നാരോഡ് ആവുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ റിസ്റ്റിന്റെ വിഗറസ് ആയിട്ടുള്ള ഫ്ലെക്ഷനോ എക്സ്റ്റൻഷനോ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നത് കൊണ്ടോ എന്തൊക്കെ വരാം? പെയിൻ ആൻഡ് പാരസ്തീസിയ. എപ്പോഴായിരിക്കും പെയിനും പാരസ്തീസിയും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത്? നൈറ്റ് ടൈമിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യണം ഈ ഒരു കണ്ടീഷനെ? ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് ഫ്ലക്ഷൻ ചെയ്യുന്നത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പൊ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ മീഡിയൻ നെർവ് കാർപ്പൽ ടണലിലുള്ളത് കംപ്രസ്ഡ് ആവുന്നത് കൊണ്ട് സെൻസേഷൻ ഇംപയർഡ് ആയി പെയിനും പാരസ്തീസിയും ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം? റെസ്റ്റ് ഇമ്മൊബിലൈസ് ചെയ്യാം. സോ നൗ ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. The nurse is preparing symptom management teaching plan for a client diagnosed with carpal tunnel syndrome. Okay, which instruction is appropriate to include in the teaching plan? Okay, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നഴ്സ് ഈസ് പ്രിപ്പയറിംഗ് സിംറ്റം മാനേജ്മെന്റ്. ഓക്കെ, എങ്ങനെ സിംറ്റത്തെ മാനേജ് ചെയ്യണം എന്നുള്ളൊരു ടീച്ചിങ് പ്ലാൻ അറേഞ്ച് ചെയ്യുവാണ്. സോ വിച്ച് ഇൻസ്ട്രക്ഷൻ ഇസ് അപ്രോപ്രിയേറ്റ് ടു ഇൻക്ലൂഡ് ഇൻ ദ ടീച്ചിങ് പ്ലാൻ? വിൽ സി. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നു അപ്ലൈ ഇലാസ്റ്റിക് കംപ്രഷൻ ഹോസ് ടു ദ റിസ്റ്റ്. കൈയിലേക്ക് ഒരു ഇലാസ്റ്റിക് കംപ്രഷൻ ഹോസ് അപ്ലൈ ചെയ്യാം. സെക്കൻഡ് പറയുന്നു അവോയ്ഡ് കോഫി ആൻഡ് ടീ. tobacco. So avoid coffee and tobacco. Third one പറയുകയാണ് perform repetitive exercise. And fourth one പറയുകയാണ് wear wrist immobilization splint. Out of this ഏതായിരിക്കും ഇവിടെ ബെറ്റർ ആൻസർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നത്? ഓൾറെഡി നമ്മൾ പഠിച്ചു. ഇവിടെ കാർപ്പൽ ടണൽ സിൻഡ്രോമിൽ യൂഷ്വലി കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഇൻറ്റൻഷൻ ആയിട്ടുള്ള ഫ്ലക്ഷൻ യൂഷ്വലി സിംറ്റത്തെ വേഴ്സൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് റിസ്റ്റ് ഇമ്മൊബിലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. So what is the answer for this? It is fourth one. So the answer for the question is fourth one, wear wrist immobilization splint. Okay, so മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് റിമെമ്പർ എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഇതുപോലെയുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു, ഗുഡ് ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ.